അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. സംവിധായകൻ മൊയ്തു താഴത്ത് ചേരുന്നുണ്ട്. ശ്രീ മൊയ്തു താഴത്ത്, അങ്ങ് പറയുന്നത് ആരൊക്കെയാണോ എമ്പുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നത് അവർ തന്നെയാണ് TP51 എന്ന സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തിയെന്ന് തന്നെയാണല്ലേ? സംശയമില്ല. ഇവരൊക്കെ ഈ തനി ഫാസിസ്റ്റുകളാണ്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് CPM-ന്റെ ലൈന്. CPM-ന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കണം, നമ്മൾ മൗനിയാവണം. പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മൗനിയാകണം. അവർ കൽബുർഗിയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ സക്കറിയ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനെ പയ്യന്നൂർ വെച്ചിട്ട് ഇവർ CPM-ന്റെ എന്തോ അപച്ഛിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചു. ഇതാണ് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊരു സിനിമ എടുത്ത ഒരു പ്രഭാതത്തിൽ പൊട്ടിമുളച്ചൊന്നുമല്ല സിനിമ. ഒരു സിനിമ രൂപപ്പെട്ടു വരാൻ വർഷങ്ങളൊക്കെ എടുക്കും. അങ്ങനെ മാസങ്ങളോളം ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു സിനിമ ഒരു സുപ്രഭാതത്തിൽ വ്യാഴാഴ്ച എല്ലാ തിയേറ്ററുകളും ഒരു കോളിളക്കം വന്നതിനിട്ട് എല്ലാ തിയേറ്ററും ഒറ്റക്ക് പോവുകയാണ്. തെരുവിലാണ് ഞങ്ങൾ, തെരുവിൽ. യെസ്, അത് മാത്രമല്ല നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം, ഈ എമ്പുരാന്റെ വിഷയം വന്നപ്പോൾ അതിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ രംഗത്തെത്തിയിരുന്നല്ലോ എമ്പുരാനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദിക്കാനല്ല. അന്ന് ഈ TP51 എന്ന സിനിമയെ തടയുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത്, ഇന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? K. സുധാകരൻ അടക്കമുള്ള ആളുകൾ സഹായിച്ചിരുന്നു എന്നല്ലാതെ മറ്റാരും വലിയ സഹായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. ആ പോലീസ് നിസ്സംഗമായിട്ട് നോക്കി നിന്നിട്ടല്ലേ തിയേറ്ററുകളിൽ ഇവര് കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിത്രീകരണ വേളയിൽ പോലും നിരവധി ഭീഷണികൾ ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ച അഭിനേതാക്കൾക്കടക്കം വലിയ ഭീഷണിയാണ് അന്ന് നേരിട്ടതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇടക്കോഴിമല എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ വിലങ്ങാട് സെറ്റിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മളെ റിയാസ് ഖാനെയും ഭീമൻ രഘുവിനൊക്കെ വിലക്കി ഞങ്ങളെ യൂണിറ്റ് അവിടുന്ന് നേരെ തൊടുപുഴയിലേക്ക് തിരിച്ചു പോവാണ് ചെയ്തത്. കുറെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടികളിൽ വന്നിട്ട് ഇവിടെ പറ്റില്ല, ഇത് പാർട്ടി ഗ്രാമമാണ്, പാർട്ടി ഗ്രാമത്തിൽ TP ചന്ദ്രശേഖരന്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല, റിയാസ് ഖാനൊക്കെ ഞങ്ങളിപ്പോ ആക്രമിക്കും, വേമിട്ടോ എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ പോയി. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.